അപ്പം അതുകൊണ്ട് ദാനം ചെയ്യുമ്പോൾ പൂർണ്ണമായും സ്വത്വം പിൻവലിക്കണം. ഒരു ഭക്ഷണം കൊടുക്കുമ്പോൾ പോലും വേണം. ആ ചോറ് വിളമ്പുമ്പോൾ തന്നെ എൻ്റെ എന്ന മമതയുണ്ടെങ്കിൽ ഇടുമ്പോൾ അറിയാം. മനസ്സിലായില്ല? നിന്റെ അന്നം നീ കഴിക്കുന്നു എന്ന് വെച്ച് വിളമ്പി കൊടുക്കണം. അങ്ങയിലെ ദേവതയെ എനിക്ക് കണ്ടു പൂജിക്കാൻ ഇടയാക്കിയ ആ മഹാകാരുണ്യത്തിന് നിന്ന് തരാൻ ഇടയായതുകൊണ്ട് അതുകൊണ്ടാണ് കാലൊക്കെ കഴുകി കയ്യിൽ വെള്ളമൊഴിച്ചു കൊടുത്തിരുത്തി അന്നം ഭവ്യമായി വിളമ്പിക്കൊടുത്ത് അത് കഴിക്കുവോളം അടുക്ക നിന്ന് അതിന് തൃപ്തികരമല്ല ആയതെല്ലാം ചോദിച്ചു കൊടുത്ത് എഴുന്നേറ്റ് വരുമ്പോൾ ദക്ഷിണയും കൊടുത്തു വിടുന്നത്. അതാണ് ദാനം. അല്ലാതെ ഉദാരത കൊണ്ട് തരുന്നു എന്ന ഭാവത്തിലല്ല. ഇതാ കൊടുക്കുന്നവൻ്റെ ഭാവം ഉണ്ടാവേണ്ടത്. ആചാര്യന്മാർ സപ്താഹവും യജ്ഞവുമൊക്കെ നടത്തുമ്പോൾ പണ്ട് അങ്ങനെ വരുന്നവരെ പ്രത്യേകം പരിചരിക്കാൻ പറയും. പ്രത്യേകം അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറയും. അങ്ങനൊരു കോടീശ്വര ഭവനത്തിൽ നിന്ന് പണ്ടൊരിക്കൽ കരുവാറ്റ സ്വാമികൾ എന്നൊരു സ്വാമിജി സപ്താഹം നിർത്തിപ്പോകുന്നുണ്ട്. അദ്ദേഹം സപ്താഹം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പോൾ ആ വീട്ടിലെ കാരണവരുടെ മകൻ ആളുകളോട് പറഞ്ഞു, വിളിച്ചവരാദ്യം ഉണ്ണട്ടെ, വിളിക്കാത്തവർ നിൽക്ക്, പിന്നെ തരാം. കൊടുക്കുകയെന്നൊന്നും പറഞ്ഞില്ല, പിന്നെ തരാം. സ്വാമികൾ അകത്തിരുന്നത് കേട്ടു. ആ വന്നയാൾ ഇറങ്ങിയങ്ങ് പോയി, സ്വാമികളും ഇറങ്ങിയങ്ങ് പോയി. രണ്ടുപേരും മുമ്പിലും പുറകിലുമായിട്ട് അല്പം നടക്കുന്നതാകണ്ടേ. സ്വാമികൾ പോകുന്ന കണ്ട് ഗൃഹസ്ഥൻ പുറകെ ഓടിച്ചെന്നു. കോടീശ്വരനാണ് ആലപ്പുഴയിലെ, പേര് പറയുന്നത് മോശമാണ്. അദ്ദേഹം പുറകെ ഓടിച്ചെന്നപ്പോൾ സ്വാമികളോട് പറഞ്ഞു, നിൽക്കണം സ്വാമികളെ, എന്ത് തെറ്റ് ചെയ്തെങ്കിലും ഇല്ല, സപ്താഹത്തിന് വരേണ്ടവൻ വന്നുപോയി, അവനെ കൂട്ടിക്കൊണ്ട് വന്നാൽ ഞാൻ വരാമെന്ന്. അവരാ നാട് മുഴുവൻ പരതി കിട്ടിയില്ല. സ്വാമികൾ പിന്നീടൊരു സ്ഥലത്ത് ആരോ ചോദിച്ചപ്പോൾ, ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത്, അതാ വായനയിലൂടെ വന്ന കൃഷ്ണൻ തന്നെയാണ് കഴിക്കാൻ. അവനെ നിങ്ങൾ വിട്ടില്ലേ, ഇനി എന്തു വായന? പമ്പയിൽ സദ്യ ഒരുക്കുമ്പോൾ ഏതോ ഒരു അയ്യപ്പനിൽ സാക്ഷാൽ അയ്യപ്പൻ വരുമെന്ന സങ്കല്പമാണുള്ളത്. മനസ്സിലായില്ല? ആ സങ്കല്പത്തിലാണ് നമ്മുടേതാ. ഇതൊന്നും യുക്തിക്ക് നിരക്കില്ല. നിങ്ങൾ അന്വേഷിച്ച് പിടിച്ചുകൊണ്ട് വന്നോളൂ, ഞാൻ വരാം. കാരണം അവൻ വരാനാണ് ഞാൻ വായിച്ചത്. മനസ്സിലായില്ല? അല്ല, നിങ്ങളെ ഞാനും എന്നെ നിങ്ങളും കണ്ടുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം? കാണുന്നെങ്കിൽ അവനെ കാണണം. മനസ്സിലായില്ല? അപ്പം ഇങ്ങനെ ചില സങ്കല്പങ്ങളുണ്ട് പൂർവികർക്ക്. സ്വീകരിക്കുന്നവരെ സംബന്ധിച്ച് വിനയാന്വിതമായി സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ ആ കാര്യം നമ്മളിപ്പോൾ പഠിക്കണ്ട. പഠിച്ചാൽ അത് നമ്മുടെ തലയിൽ വരും. പണ്ട് യേശു ക്രിസ്തു ഒരു അബദ്ധം കാണിച്ചു. യേശു ക്രിസ്തു അൽബേനിയെ വിളിച്ചിട്ട് പറഞ്ഞു, വളരെ ഇതായിട്ട് പറഞ്ഞു, നിങ്ങളുടെ ആചാര്യന്മാർ ചെയ്യുന്നത് നോക്കണ്ട, ഉപദേശം കേട്ടാൽ മതി. ഉപദേശിക്കുന്നവൻ്റെ ജീവിതം നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ഉപദേശം കേട്ടാൽ മതി. അത് കഴിഞ്ഞ് ഉപദേശിക്കാൻ പോയ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, സ്വന്തം ജീവിതം മാത്രമേ ഉപദേശിക്കാവൂ, ജീവിച്ച് കാണിക്കാത്ത ഒന്നും ഉപദേശിക്കരുത്. കുറച്ച് കാലം ചെന്നപ്പം ഇത് പുസ്തക രൂപത്തിലൊക്കെ എഴുതി വന്നപ്പോൾ ഇതിൻ്റെ രഹസ്യം മാറിയിട്ട് ഉപദേശം കേൾക്കാൻ പോകുന്നവൻ ഉപദേശിക്കുന്നവന് പറഞ്ഞു കൊടുത്തതും, ഉപദേശിക്കുന്നവൻ കേൾക്കുന്നവന് പറഞ്ഞു കൊടുത്തതും കേട്ടു. അതോടെ ഇത് കുളമായി. ഉപദേശിക്കുന്ന തലത്തിൽ അതിൻ്റെ കർത്തവ്യം, ഉപദേശിക്കുന്ന തലത്തിൽ അതിൻ്റെ കർത്തവ്യം, ഉപദേശം കേൾക്കുന്ന തലത്തിൽ അതിൻ്റെ കർത്തവ്യം, അത് തിരിഞ്ഞാൽ അവകാശം. മനസ്സിലായില്ല? ഉപദേശം കേൾക്കാൻ വിധിക്കപ്പെട്ടവൻ അത് കേട്ടിട്ട് അവൻ്റെ അവകാശമാണിതെല്ലാം എന്നോർത്ത് ചെന്നാൽ അവൻ്റെ രൂപം കാണുമ്പോൾ തന്നെ ദാനം ചെയ്യുന്നവന് രോഷം വരും. ഇപ്പം നിങ്ങൾ ദാനം മേടിക്കാൻ ഇതെല്ലാം കേട്ടിട്ട് ചെല്ലുകയാണെങ്കിൽ, ഇങ്ങനെയാണോ ദാനം ചെയ്യുന്നത്? സ്വത്വം എടുത്തിട്ട് ദാനം തരണ്ടേ? അടുക്ക നിൽക്ക്, ഭവ്യമായി വിളമ്പ്, ഞാൻ കഴിക്കുന്നവരെ ഇവിടെ ഇരിക്കുക.
എന്താ ഇത് കഴിച്ചു കഴിഞ്ഞ് ദക്ഷിണയൊന്നുമില്ലേ? നാളെ മുതൽ നിങ്ങളെല്ലാം ഇത് സ്വീകരിക്കാൻ നടക്കാൻ തുടങ്ങിയാൽ